അതുണ്ടാക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിന് തകരാറ് വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ഫന്നാണ് തസവ്വുഫ് എന്ന് പറയുന്നത്, ഒരു വിജ്ഞാനശാല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ രചിച്ചത് തന്നെ 4 പാർട്ടായിട്ടാണ്. ഒന്നാമത്തേത് ഇബാദാത്തുകളാണ്, 2 നാട്ടിലെ ചില ആചാരങ്ങൾ, നാട്ടാചാരങ്ങൾ, ആദാത്തുകൾ, അതിൽ ഇസ്ലാമിക മാനം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്, അത് പ്രതിപാദിക്കുന്നു. ഇത് രണ്ടും ബാഹ്യമായ ഇൽമിന്റെ അറിവിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. പിന്നെ മൂന്നാമത്തെ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രോഗങ്ങൾ, ആത്മീയമായുള്ള രോഗങ്ങൾ, അതിന് മുഹ്ലിക്കാത്ത് എന്നാണ് മഹാന്മാർ കൊടുത്തിട്ട് നമുക്ക് നാശമുണ്ടാക്കുന്ന, ഹലാക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ. നാലാമത്തെ പാർട്ട് അറുപുഴൽ മുഞ്ചിയാണ്, ഇതിൽ നിന്ന് രക്ഷ കിട്ടുന്ന, ഈ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഈ 3-4 പാർട്ടുകൾ ആന്തരികമായ അറിവിന്റെ ഗണത്തിൽപ്പെട്ടതാണ്, ഇൽമിൽപ്പെട്ടതാണ്. അതാണ് ഇന്ന് 2 ജാതിയുണ്ട്, ഒന്ന് ബാഹ്യമായ അറിവ്, ഒന്ന് ആന്തരികമായ അറിവ്. ഈ ആന്തരികമായ അറിവിന്റെ ഗണത്തിലാണ് ഈ രണ്ടും പെടുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ 3 കാര്യങ്ങൾ, ഒന്ന് വിശ്വാസം, 2 കർമ്മങ്ങൾ, 3 ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിയേ ചെയ്യാവൂ. അതിനെ ബാത്തിലാക്കുന്ന യാതൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇഖ്ലാസ്, ഈ 3 കാര്യം, ഇത് 3ഉം നബിതങ്ങൾ വഴിക്ക് കിട്ടുമ്പോഴേ ദീനാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി വെച്ചിട്ട് വിശ്വാസങ്ങൾ, ഇസ്ലാമിൽ വിശ്വാസങ്ങൾ ഒരാൾ പറഞ്ഞാൽ അത് ഇസ്ലാമല്ല. റസൂലുള്ളാഹിനെ മാറ്റി വെച്ച് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കർമ്മമാവില്ല. അതുകൊണ്ടല്ലേ ചില വിഷയങ്ങൾ ഇസ്ലാമിന്റെ കർമ്മങ്ങളല്ലാതെ ഇസ്ലാമിക കർമ്മമാക്കി വിദഅത്തുകാർ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയും അത് വിദഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽപ്പെട്ടതല്ല, അതാ വിദഅത്ത് എന്ന് പറയുന്നത്. ഖുത്ബ മാതൃഭാഷയിൽ നിർവഹിക്കുക. ഖുത്ബ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ പ്രസംഗം എന്നാണ് അർത്ഥം. അപ്പൊ പ്രസംഗമാകുമ്പോ ശ്രോതാക്കൾക്ക് തിരിയുന്ന ഭാഷയിലില്ലേ പ്രസംഗം, അതുകൊണ്ട് ഖുത്ബ ശ്രോതാക്കൾക്ക് തിരിയുന്ന ഭാഷയിലാകണം, മാതൃഭാഷയിലാകണം എന്ന് പറയുന്നത് വിദഅത്താണ്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ കാലം കഴിഞ്ഞു, സ്വഹാബാക്കൾ അറബി നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും ഇസ്ലാമിക പ്രചരണ ആവശ്യാർത്ഥം കടന്നുപോയി. ആ കൂട്ടത്തിൽ അക്കാലത്ത് ഇസ്ലാം വന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിലും ഇനി മറ്റു ധാരാളം അനറബി നാടുകളിലും സ്വഹാബാക്കൾ ചെന്നപ്പോൾ ഒറ്റ വെള്ളിയാഴ്ചയും അവർ ആ നാട്ടുകാരുടെ ഭാഷയിൽ ഉപയോഗിച്ചിട്ടില്ല. ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രസംഗല്ലേ, അത് ഭാഷാപരമായി ഖുത്ബയുടെ അർത്ഥമാണ്. സാങ്കേതികമായി ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ല, അത് വെള്ളിയാഴ്ച നടക്കുന്ന ജുമുഅ നിസ്കാരത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ്. അതുകൊണ്ടാണ് കേവലം പ്രസംഗത്തിന് ഷർത്തൊന്നുമില്ല. ഈ ഖുത്ബക്ക് ഒരുപാട് ഷർത്തുകളുണ്ട്.